നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് നിങ്ങളുടെ കൂടെ പഠിച്ചവരായ നല്ലവരായിട്ടുള്ള ഉണ്ണികളൊന്നും വലിയ ലെവലിലൊന്നും എത്താത്ത എന്തുകൊണ്ടാണെന്നുള്ളത്? ഇതിന് മെയിനായിട്ടുള്ള റീസൺ പറയുന്നത് ഈ ഗുഡ് ബോയ് സിൻഡ്രോം ആണ്. ഒരു മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകൾ ജീവിതത്തിൽ എന്തൊക്കെ ഒഴിവാക്കേണ്ടത് എന്നുള്ള സീരീസിലെ ഒന്നാമത്തെ വീഡിയോ ആണിത്. ഈ ഗുഡ് ബോയ് സിൻഡ്രോമിന് ഏറ്റവും വലിയ പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് നമ്മുടെ 3 Idiots എന്നുള്ള പടം. എന്താണ് ഗുഡ് ബോയ് സിൻഡ്രോം എന്നല്ലേ? നമ്മുടെ പാരൻസിന് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിനൊന്നും നമുക്ക് ഒഫൻഡ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയാണത്. അതായത് നമ്മളുടെ പാരൻസ് എന്താണോ പറയുന്നത് അതാണ് നമ്മുടെ ജീവിതം, അവർ പറയുന്ന റൂൾസിനനുസരിച്ച് മാത്രമേ നമ്മൾ ജീവിക്കുള്ളൂ എന്നുള്ളതാണ്. പൊതുവേ നമ്മുടെ നാട്ടിലുള്ള ആളുകളൊക്കെ കുറച്ച് ഗൈഡ് ലൈൻസ് നമുക്ക് വെച്ച് തന്നിട്ടുണ്ട്. അതായത് നന്നായിട്ട് പഠിക്കുക, വീണ്ടും പഠിക്കുക, എന്നിട്ട് അതിനുശേഷം ഒരു ജോലി കണ്ടെത്തുക. ജോലി കണ്ടെത്തുന്ന സമയത്ത് വീട്ടുകാരെല്ലാവരും കൂടി നിനക്കൊരു പെണ്ണ് കണ്ടെത്തുന്നുള്ളത്. ഈ ഒരു ഗൈഡ് ലൈൻസ്, ഈ ഒരു റുട്ടീന് മാത്രം ഫോളോ ചെയ്തിട്ട് നമ്മളെല്ലാവരും തന്നെ പോകുന്നത്. ഒരു ടീനേജ് സമയത്തൊക്കെ നമ്മളുടെ അപ്പുറത്തുള്ള വീട്ടുകാരും അതുപോലെ തന്നെ നമ്മളുടെ പാരൻസ് ഒക്കെ നമ്മളോട് ഇങ്ങനെ പറയുന്ന സമയത്ത് നമുക്ക് വലിയ റിവാർഡായിരിക്കും. പക്ഷേ ഒരു സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ മനസ്സിലാവും നമ്മൾ നമ്മളുടെ പാഷന് പിറകുന്നല്ല പോകുന്നത്, പാരൻസിന് ഇഷ്ടമായ പോലെയാണ് പോകുന്നത്. ഞാൻ ഈ പറയുന്ന ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള അഡ്വൈസ് ആണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു പാഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു 16 വയസ്സൊക്കെ കഴിയുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ പാരൻസിനെ, നിങ്ങളുടെ സമൂഹത്തിനൊക്കെ ഒഫൻഡ് ചെയ്യേണ്ടി വരും. ഇതിനർത്ഥം ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ സമൂഹത്തിനും പാരൻസിനും ഫുള്ളായിട്ട് ഒഫൻഡ് ചെയ്യണമെന്നല്ല. ചില കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നിങ്ങളായിരിക്കാം. നിങ്ങളുടെ ലൈഫ് പാർട്ണർ ആയിക്കോട്ടെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്താവണം എന്നുള്ളതും എല്ലാം തീരുമാനിക്കുന്നത് നിങ്ങളായിരിക്കണം എന്നുള്ളതാണ്. ജീവിതത്തിൽ എല്ലായിടത്തും നമ്മൾ നല്ലവനായിട്ട് ഉണ്ണിയായി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ജീവിതത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ളതാണ്. സോ നിങ്ങൾക്കിത് നല്ല അഡ്വൈസ് ആയിട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈഫിൽ നിങ്ങൾക്കിത് കോപ്പി ചെയ്യുക എന്നുള്ളതാണ്. അടുത്തൊരു കോൺട്രവേഴ്ഷ്യൽ അഡ്വൈസുമായിട്ട് വീണ്ടും കാണാം. ബൈ നൗ.